ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ തിരിച്ച് ഖത്തറിലേക്ക് പോവാണ്. അപ്പം ഓൾമോസ്റ്റ് 1 ഇയർ ആവാനായി ഞാൻ നാട്ടിൽ വന്നിട്ട്, ഖത്തറിൽ നിന്ന് നാട്ടിൽ വന്നിട്ട്. അപ്പം ഫൈനലി ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും ഷോപ്പിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് പാക്കിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഈ ട്രോളിയിൽ ആദ്യം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാർട്ടൂണിലേക്ക് ആക്കി വെച്ച് ഞാൻ നേരെ താഴത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ട്, അത് മമ്മ ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു ബനാന സ്നാക്ക് എന്നൊക്കെ പറയാം, എന്താ പറയേണ്ടത് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതാ ക്യാരറ്റ് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അതെൻ്റെ ഫേവറേറ്റ് പാലാക്ക ഉണ്ടാക്കി വെച്ചിങ്ങനെ. പോണതിനെ കൊണ്ട് കുറേ പൂതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മളൊന്ന് പുറത്ത് പോയി. ബീച്ചിൽ പുതിയ എക്സിബിഷൻ നടക്കണം, അത് കാണാൻ പോയതാണ്. പോകുമ്പോൾ എല്ലാം നമ്മൾ എല്ലാ പൂതിയും തീർത്തിട്ട് പോകണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പോയത് നേരെ ലുലു മാളിലേക്കാണ് കേട്ടോ. ലുലു മാൾ എനിക്കിപ്പോൾ ഒരു സെക്കൻഡ് ഹോം മാതിരിയാണ്. ഏതിനും നമ്മൾ അങ്ങോട്ടേക്കാട്ടോ പോകണത്, തൊട്ടടുത്തതിനെ കൊണ്ട് വേഗം പോവും. അങ്ങനെ ഞാൻ ഇവിടെ വന്നതിൻ്റെ ഏറ്റവും ഉദ്ദേശം ഈ സാധനം കേട്ടോ, ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇവിടുന്ന് നല്ല പേസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം നേരെ എൻ്റെ കണ്ണ് പോയത് ഈ കുനാഫ ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് UAE ഇമ്പോർട്ടൻറ്റ് ഒറിജിനൽ കുനാഫ ചോക്ലേറ്റ് ആട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ബില്ല് ചെയ്ത്. പപ്പ ആണെങ്കിൽ എക്സാമിനായിട്ട് ബില്ല് ചെയ്യാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴുള്ള കാഴ്ചതാണ്. ആൾക്ക് ചോക്ലേറ്റ് ഇട്ടാത്ത നല്ല വിഷമമുണ്ട്. പിന്നെ ഇവിടെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ മമ്മ കൊണ്ടുപോകാനുള്ള ബീഫ്, ലിവർ, കടുക്ക നിറച്ചത് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഫുൾ റൗണ്ട് അടിക്കുമ്പോൾ ഇവിടെ ഫുൾ ഇതാണ് കേട്ടോ വരെ പണി. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പോണത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിക്കണം കേട്ടോ. എൻ്റെ വല്യമ്മ, എളാപ്പ, എളാമ്മ അങ്ങനെ വരും. ഇവർക്കേനു അല്ല ആരോ കുട്ടികളൊക്കെ ആയിട്ട് ഫുൾ കളിയൊക്കേനു. ഐസാമ് സാധാരണ ആൾക്കാരെ കണ്ട് ഓടണമ്മ, മൂപ്പരാളെല്ലാവരും ഓട്ടിക്കേനു തോക്കൊക്കെ കാണിച്ചിട്ട്. കണ്ടോ, ഇപ്പോൾ ഒരു സാധനം കാണാം, കണ്ടോ, അങ്ങനെ കാണാൻ അറ്റാക്ക് ചെയ്യുക മൂപ്പരാൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വേഗം ഡിന്നർ എടുത്ത് വെച്ച് ഇതാട്ടോ ഇന്നത്തെ മെനു. അങ്ങനെ ഇതാ എല്ലാവർക്കും ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറും കാഴ്ചക്കാരിയാണ്. ഞാൻ പോണേക്കൊണ്ട് ഞാൻ ഒന്നിലും പോയിട്ടില്ല, ഇവരെന്നെ ഫുള്ളും ചെയ്തത്. അങ്ങനെ ഇതാ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതാ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാണ് ഞാൻ അത്രയ്ക്ക് മിസ് ചെയ്യുക, കാരണം ഫുൾ ടൈം ഈ സാധനം എൻ്റെ കൂടാണ്. ഞാൻ അത്രയും മിസ് ചെയ്യൂ. ഞാൻ എങ്ങനെ ഇവനെ വിട്ടു പോകുന്നതാണ് കേട്ടോ ഞാൻ ആലോചിക്കണേ. ഇവൻ്റെ കുറേ കളികളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മളെല്ലാവരും പോയപ്പോൾ നേരെ പാക്കിങ്ങിലേക്ക് കടന്നു, കാരണം ആൾക്കാർ വരും പോകും, പക്ഷെ നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കണമല്ലോ. അങ്ങനെ ഇതാ ഈ ഉറങ്ങണ പോലില്ല അവന്, എൻ്റെ പെട്ടി പൊളിക്കണത് പൂട്ടണത് കാണാൻ കാത്തിക്കാട്ടോന്. അങ്ങനെ ഇതാ ഇങ്ങനെ മുകളിലേക്ക് പോയപ്പോൾ ഇതാ പാവം വന്നു. എങ്ങനെ വന്നേ? പോട്ടെ. അങ്ങനെ പാക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടിതാ മൂപ്പരാളെ മുഖം കണ്ടാൽ തന്നെ ഉറക്കുമൂലേ. മൂപ്പരാളാകെ സൈഡാക്കിയിട്ട് എന്നാലും ഉറങ്ങാതെ പിടിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ഓൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചതാക്കിയതിൻ്റെ ശേഷം നേരെ മാറ്റാൻ പോയി. എനിക്ക് മോർണിംഗ് ഫ്ലൈറ്റാണ്. അങ്ങനെ ഇതാ രാവിലെ റെഡി ആയിട്ട് ഇതാ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് വീട് ഒക്കെ പറഞ്ഞിട്ട് ഇതാ നമ്മൾ നേരെ ഇറങ്ങി. പോകുമ്പോൾ ഇരുടാണെങ്കിലും പിന്നെ അവിടെ എത്തിയപ്പോൾ വെളിച്ചണ്ടേനും. ഇത് നമ്മളെല്ലാവരും ആര് വരാണെങ്കിലും പോവുകയാണെങ്കിലും ഇവിടുന്ന് ചായ കുടിക്കാതെ ആരും പോവില്ല, ഇറങ്ങില്ല, അത് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി. ഇതാ എൻ്റെ സിസ്റ്ററും എളാപ്പൻ്റെ മോളും എളാമ്മയും ഒക്കെ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇതാ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറയാൻ പോയി. ഈ രംഗമാണ് പഠിച്ചവനെ, ഇതൊന്ന് തീരണേ നീനു, കാരണം ഇത്രയും സൈക്കിൾ വന്ന് വീണ ചിരിയും ചിരിച്ചിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച കാര്യം കേട്ടോ. അങ്ങനെ ഇതാ മമ്മക്കാകെ കരിഞ്ഞ് അലമ്പാക്കി, ഞാനാണെങ്കിൽ പിടിച്ച് നിൽക്കുക. നേരെ ഇതാ ഐസൂനൊക്കെ എടുത്ത് ടാറ്റ ബൈ ബൈ. ഓനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഓനോട് ഇതാ കിസ്സൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ ഇതാ താത്തനോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. എനിക്കറിയാതെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വെള്ളം വരാതെ നോക്കിക്കണം കേട്ടോ. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അങ്ങനെ ഞാൻ പപ്പനോട് ഞാൻ ഓവർ പറയാൻ നിന്നില്ല, ഞാൻ കരിയുമെന്ന് എനിക്ക് ഉറപ്പേനു. അതുകൊണ്ട് ഞാൻ വേഗം പപ്പനോട് ബായ് പറഞ്ഞ് അപ്പനോടും പിന്നെ ഐദീനോടൊക്കെ പറഞ്ഞ് ഐദീന് കരിയാനയക്കണ്, ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് പിടിച്ചു നിന്നാട്ടോ. അങ്ങനെ എല്ലാവരോടും ബായ് ബായ് പറഞ്ഞു. കാരണം സമയം അതിനെക്കൊണ്ട് ഞാൻ വേഗം ടാറ്റ പറഞ്ഞതാ നേരെ പോയിട്ടോ. അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പപ്പനോടും അമ്മനോട് പറഞ്ഞ് പോയപ്പോൾ അവിടെ മരണ തിരക്ക്. ചെക്കിൻ ചെയ്യാൻ ഒരു വിധം ഞാൻ ചെക്കിനൊക്കെ ചെയ്ത് ലഗേജൊക്കെ കയറ്റി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നേരെ പോയിട്ടോ. കാരണം തീരെ സമയമില്ലേനു. ഞാൻ ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫ്ലൈറ്റ് എത്തിക്കണത്, നമ്മളെ ഫ്ലൈറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നേരെ ഫ്ലൈറ്റിലൊക്കെ കയറി നല്ല സീറ്റൊക്കെ തപ്പി കുറച്ച് എൻ്റെ മിഡിലായിരുന്നു കേട്ടോ സീറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് നടന്ന് അങ്ങനെ വിൻഡോ സീറ്റ് തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പിന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്ത സാധനം ഫുഡ്. കാരണം രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. സംഭവം എനിക്ക് ഫ്ലൈറ്റത്തെ ഫുഡ് അത്ര ഇഷ്ടമില്ല, പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നല്ല നാടൻ ചാപ്പാട് എന്നറിയില്ലേ, അതുതന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫ്ലൈറ്റത്തെ ഫുഡ് അങ്ങനെ കഴിക്കലില്ല, പക്ഷേ ഇത് ഒരു രക്ഷയില്ലേനു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിടന്നുറങ്ങിട്ടോ. അങ്ങനെ ഞാൻ എണീച്ച സമയത്ത് ഏകദേശം നമ്മൾ ഖത്തറിലെത്താനായിട്ടുണ്ട്. അങ്ങനെ ലാൻഡ് ചെയ്തതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ നടക്കാം. അവിടുന്ന് നടക്കാൻ എൻ്റെ കുറേ സമയമുണ്ട്. ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ ബെൽറ്റിലെത്തിയ സമയത്ത് എൻ്റെത് മുന്നേ തന്നെ ഉണ്ട്, അതിനെക്കൊണ്ട് ഞാനത് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫാദർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് സർപ്രൈസൊക്കെ ആയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഫൈനലി ഞാൻ ഖത്തറിലെത്തി. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ ഖത്തർ വിശേഷമായിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ, ബായ്.